ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് കുറെ പേര് എന്ന് വെച്ചാൽ യൂട്യൂബ് തുടങ്ങിയ സമയം തൊട്ടിട്ട് തന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ് കമന്റിലും നോക്കിയാൽ മതി, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അങ്ങനെ കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അത്ര വലിയ സ്റ്റോറി ഒന്നല്ല, ചെറിയൊരു ഇതാണ്, ഞങ്ങൾ അങ്ങനെ പറയാം. ഇപ്പൊ ഒരു മിനിറ്റ് കേട്ടോ, ഇത് പറയട്ടെ. ഇപ്പൊ ഞങ്ങള് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കിട്ട് നിക്കണതല്ല കേട്ടോ. ഞങ്ങൾക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ലേഖാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ഒരു ഡേ നമുക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പൊ എന്തായാലും ചീവിയുടെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഡേ നമുക്ക് എന്തായാലും നല്ല സ്പെഷ്യൽ ആയിട്ട് ഡേ ആണ്. അപ്പൊ ഇന്ന് തന്നെ ഇത് വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുത്തു ഇതേ കോസ്റ്റ്യൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, ബാങ്കിൽ പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് തന്നെ ലേഖാവാതെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ കല്യാണം വരെ എത്തിയത്? അപ്പൊ അതിന്റെ തുടക്കം എന്താണ്? നോക്കണ്ട. അപ്പൊ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയെന്ന് പറയാ. തുടക്കത്തിലെ ആക്ച്വലി ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് സൂമിലാ. അതായത് ഇപ്പൊ ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ മാർക്കറ്റിങ്ങിന്റെ ഒരു ബേസ് ആയിട്ട്. അതിലിപ്പോ നമുക്ക് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു സൂം മീറ്റിങ്ങിൽ ഞാൻ ജസ്റ്റ് ഇവിടെ കണ്ട, അന്ന് ഇവിടെ യൂണിഫോമിലൊക്കെയാ, മാത്രമല്ല സ്ലിം ബ്യൂട്ടി ചെയ്യുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാലേക്ക് കണ്ട് അപ്പൊ ഏകദേശം ഇഷ്ടപ്പെട്ട്. എന്താ വെച്ചാല് നമുക്ക് എന്താ പറയാ, ആ സമയം ഏകദേശം എനിക്ക് കല്യാണ പ്രായത്തിലേക്ക് നമ്മൾ വരുന്ന അങ്ങനത്തെ ടൈം. അപ്പൊ നമുക്ക് എന്തായാലും എന്താ പറയാ, ഒന്ന് സീരിയസ് ആയിട്ടൊരു ലൈഫ് വേണം. എന്താ വെച്ചാൽ കുറെ കളിച്ച് നടന്നൊരു സമയമുണ്ട്. ആ സമയത്തൊന്നും വലിയ വിവരമല്ല, അങ്ങനത്തെ കുറെ പൊട്ടത്തരത്തിലൊക്കെ പോയി നിന്ന സമയം. അതിന് ശേഷം കുറച്ചു കാലമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ, നല്ലൊരു ലൈഫ് ഒക്കെ സെറ്റ് ആവണം. അപ്പൊ ഞാൻ അവളെ കണ്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്ക് ഒരാളെ പറ്റിയിട്ട് മനസ്സിലാവില്ലല്ലോ, കുറച്ചൊക്കെ നമുക്ക് കമ്പനി ആയാലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാലും ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമില് അവളെ പ്രൊഫൈല് കണ്ട് തപ്പി പിടിച്ചെടുത്ത്, അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈൽ തപ്പി പിടിച്ചെടുത്ത് ഒരു ഹായ് അയച്ച്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ വർക്ക് ഇതിലുള്ളതാണ്, അപ്പൊ ഓക്കും ആയിക്കോട്ടെ. ഓള് തിരിച്ച് റിപ്ലൈ തന്നെ. അതല്ല, ഞാൻ റിപ്ലൈ ഒന്നതൊക്കെ ഉണ്ടല്ലോ, സ്പോട്ടിൽ എന്റെ ചേച്ചിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. ആദർശേട്ടൻ എന്നെ ഫോളോ ചെയ്തത് എടുത്തിട്ട് ഞാന് ചേച്ചി എന്റെ ചേച്ചിയുടെ അടുത്ത് എടി ഈ ചേട്ടൻ എന്നെ ഫോളോ ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് മെസ്സേജ് വന്നു. അപ്പോഴേക്കും അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചേച്ചി ഈ ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടൊക്കെ എന്റെ ചേച്ചിക്ക് ഞാൻ അയച്ചു കൊടുത്തു. അത് അങ്ങനെയല്ല, നമ്മള് വർക്കിന്റെ ബേസ് ആയിട്ട് അങ്ങനെ കുറച്ച് അറിയണ കാരണമാണ് കേട്ടോ. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ നോക്കുമ്പോ ആദർശേട്ടൻ എന്റെ ചേച്ചിനെ ഫോളോ ചെയ്തേക്കുന്നത്. അപ്പൊ അവള് അവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ടുണ്ട് എന്നെയും ഫോളോ ചെയ്തു. അപ്പൊ നോർമലി നമ്മള് വർക്ക് ബേസ് ആയിട്ട് നമുക്ക് അറിയണം, അങ്ങനെ ഒരു ഇത് മാത്രമല്ല കേട്ടോ. കോഴിയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഈ ചേട്ടക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചോട്ടാ. അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ ഓക്കെ ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തോ പ്ലാൻ പറയാൻ എന്തൊക്കെയോ ഇതാ വന്നിട്ട് ജസ്റ്റ് അതിന്റെ ബേസിൽ നമ്മളെ കമ്പനി ആയി. എന്റെ നമ്പർ എങ്ങനെയാ വാങ്ങിച്ചേ? അതുവരെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടോ എന്റെ അടുത്ത് ഇങ്ങനത്തെ ഇഷ്ടമുണ്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ നമ്പർ വാങ്ങി. എന്നിട്ട് മീറ്റിംഗ് ചേട്ടൻ വെച്ചോ? ഇല്ല, മീറ്റിംഗ് വെച്ചില്ല, സംഭവം അങ്ങനെ നമ്പർ വാങ്ങി. അവളെ പറഞ്ഞു വന്നപ്പോ എന്താ വെച്ചാല് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് അങ്ങനെ ഞാൻ എന്താ പറയാ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്പർ ചോദിച്ചു. അപ്പൊ പക്ഷെ എന്റെ അടുത്തൊന്നും എന്നെ ഇഷ്ടാന്നുള്ള രീതിക്ക് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടാ, നോർമലി ഇങ്ങനെയാണെന്ന്. പിന്നെന്താ എന്റെ അടുത്ത് ഒരട്ടം ചോദിച്ചു എന്താ നീ എന്റെ നമ്പർ സേവ് ചെയ്തേക്കണേന്ന്. അപ്പൊ ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കണത് ആദർശ് ബ്രോ. അപ്പൊ ഞാൻ ആദർശ് ബ്രോ എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ആദർശന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് കുറെ പെങ്ങന്മാര് എന്റെ തറവാട്ടിലുണ്ട്, എല്ലാരും എന്നെ ബ്രോ ആയിട്ടൊന്നും കാണണ്ടെന്നൊക്കെ. അതൊക്കെ ഞാൻ ചാറ്റ് ഇപ്പോൾ എന്റെ അടുത്ത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. എല്ലാതും ഇപ്പൊ ഫസ്റ്റ് ടൈം എനിക്ക് മെസ്സേജ് അയച്ചതൊക്കെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട് കേട്ടോ. അത് രസമല്ലേ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തപ്പി മുന്നത്തെ ചാറ്റുകളൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിക്കണ സംഭവം എനിക്കുണ്ട് കേട്ടോ. എന്നിട്ട് നീ ഇപ്പൊ എന്നെ ബ്രോ ഒന്നായിട്ട് കാണണ്ടാക്കി, എന്റെ തറവാട്ടില് കുറെ പെങ്ങന്മാരുണ്ട് എന്നൊക്കെ. അതുണ്ട് കേട്ടോ സത്യമായിട്ടു. കാരണം തറവാട്ടിലാണെങ്കിൽ നമുക്ക് ബോയ്സ് കുറവാ, ഗേൾസ് കൂടുതൽ. അപ്പൊ എല്ലാവർക്കും ഞാൻ ഏട്ടനും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോ ഇനി അങ്ങനെ വേണ്ടല്ലോ. അതെപ്പോഴും കേട്ടോ എല്ലാരും ഇന്നെ ബ്രോ എന്നൊന്ന് വിളിക്കരുത്, ബ്രോ ആയിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞ് ഈ പിന്നെന്താ മാറ്റിന്റെ പേര്? പിന്നെ ഞാൻ എന്താ പേര് സേവ് ചെയ്ത് വെച്ചേ?
ആദർശ് ചേട്ടൻ അങ്ങനെ എന്തോ സേവ് ചെയ്ത് വെച്ചേ, കറക്റ്റ് ഒക്കെ ഓർമ്മയില്ല. അങ്ങനെ സേവ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മളങ്ങനെ ഇതാക്കി തുടങ്ങി. പിന്നെ എന്തുണ്ടായേ? പിന്നെ ഞാൻ എന്നോട് അഫയർ ഉണ്ടോന്നൊക്കെ ചോദിച്ച്, ഞാൻ പിന്നെ എൻ്റെ ഒരു 3-4 ദിവസം എടുത്തിട്ടായിരിക്കും എന്റെ ലവ് സ്റ്റോറി അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ എന്താണ് വിവരമില്ലാത്ത സമയത്ത് കുറെ പൊട്ടത്തരം ചെയ്തിരിക്കുന്നത്. പൊട്ടത്തരം ചെയ്തിരിക്കുന്ന മീൻസ് അങ്ങനെയല്ല, ഓരോന്നോരോന്നായിട്ട് എടുത്ത് ചാടിയിട്ടും ഒക്കെ ആയിട്ട് എന്നുവെച്ചാൽ സെറ്റിലാവണം ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ സീരിയസ് ആയിട്ട് ഞങ്ങൾ സെറ്റ് ആവണം വിചാരിച്ചത്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. എന്നിട്ട് എന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ കല്യാണം നോക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി വീട്ടിൽ പ്രപ്പോസൽ നോക്കുന്നുണ്ടായിരുന്നു, നോക്കി തുടങ്ങുക, എന്തായാലും ഡിഗ്രി കഴിഞ്ഞ കല്യാണം അങ്ങനത്തെ ഒക്കെ ഒരു ഓൾറെഡി എന്റെ വീട്ടിലെന്ന് വെച്ചാല് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞല്ലോ. അതിൽ പിന്നെ ഇവർക്ക് എന്നെ ഭയങ്കര പേടിയാ, എന്നെ ഭയങ്കര ലോക്കായിട്ടാ വെച്ചിട്ടുണ്ടായിരുന്നേ. കാരണം എനിക്ക് എന്താ പറയാ, എന്റെ ഫോണ് എനിക്ക് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ എനിക്ക് ഫോണ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഫോൺ ഒരു 8 മണി 8:30 വരെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് എന്റെ അമ്മയൊക്കെ വേഗം വാങ്ങിച്ചു വെക്കും അങ്ങനെ കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ ഫോണിൽ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രപ്പോസല് ഓൾറെഡി നോക്കുന്നുണ്ടോ ഓരോരുത്തരും ഇങ്ങനെ വന്നിട്ട്. അപ്പൊ ഞാൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഫുള്ള് അലമ്പാക്കും. പെണ്ണ് കാണാനൊക്കെ വന്നു വെച്ചാൽ 1-2 പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന കേട്ടോ. അത് ഞാൻ ഫുള്ള് കരഞ്ഞ് അലമ്പാക്കി സീനാക്കി വെക്കും കേട്ടോ. അപ്പൊ പിന്നെ അങ്ങനൊരു ഇത് വന്നപ്പോ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ആവശ്യം എനിക്ക് മനസ്സിലായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്തോ ഒരു ഇത് എറിഞ്ഞിട്ടാണ് വരണേന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ തമാശക്ക് ഫ്രണ്ട്സ് നടക്കാനോ അങ്ങനത്തേനും എനിക്ക് ഇതില്ല. എന്റെ വീട്ടിലേക്ക് ഓൾറെഡി ഇത് നോക്കുന്നുണ്ട്, ഇനി കുറെ നാള് പ്രണയിച്ച് അങ്ങനത്തേനും എനിക്ക് താല്പര്യമില്ലാന്ന് മനസ്സിലായി. അപ്പൊ ആവശ്യം പറഞ്ഞു ആവശ്യം അങ്ങനെയാണ്, ഇപ്പൊ കുറെ ഇങ്ങനെ ആക്കേണ്ടതൊന്നുമില്ല. അങ്ങനെ നേരെ ആവശ്യം എന്റെ ചേച്ചിയുടെ അടുത്താണ് ഫസ്റ്റ് ചോദിച്ചത്. ചേച്ചിയുടെ അടുത്തോ? വിൻഷയുടെ അടുത്തല്ലേ? വിൻഷയുടെ അടുത്തോ എന്റെ ചേച്ചിയുടെ അടുത്തോ അപ്പൊ ചിത്തിരേച്ചി ത്രൂ അങ്ങനെ കുറച്ച് സറൗണ്ടിങ്ങില്. അതിനുശേഷം വിനീഷേട്ടനെ വിളിച്ചേക്ക് ഓർമ്മയുണ്ട്. വിനീഷേട്ടനെ വിളിച്ച് വിനീഷേട്ടനോട് സംസാരിച്ച് അങ്ങനെ ഒരു വർഷം എന്താ പറയാ, ഞാനും വിനീഷേട്ടൻ നല്ല ക്ലോസ് ആയിട്ട് നല്ല കമ്പനി. പിന്നെ നമുക്കൊരു സെറ്റ്. പിന്നെ ഏകദേശം ഇവൾക്ക് ഓക്കെ ആണ് തോന്നിയുണ്ട് കേട്ടോ. അതായത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു അപ്പം വീട്ടിലെന്ന് ചോദിക്കുമ്പോ ഏകദേശം എന്താ പറയാ, ഇപ്പൊ ഊഹിക്കാലോ. അപ്പം ലൈക്ക് ഇല്ലാണ്ട് അങ്ങനെ പറയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പക്ഷത്തില് ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് ഏതാണ്ട് സെറ്റ് ആയി എന്നൊക്കെ വീട്ടിലും സംസാരിച്ചു തുടങ്ങി. വീട്ടിലും അത് പിന്നെ എനിക്ക് ആദർശനെ പറ്റി അധികം ഒന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനത്തെ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ എന്താ, നമുക്കൊന്ന് കണ്ടിട്ടില്ല. പെണ്ണ് കാണുന്നേക്കാ മുന്നേ നമുക്ക് കാണണം, സംസാരിക്കണം, എങ്ങനെയാ അല്ലെങ്കിൽ പക്കത്ര എന്താ പറയാ അറേഞ്ച് മാരേജ് ലെവലാവും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് കുറെ ആവശ്യം കാര്യങ്ങളും വീട്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞ്, എന്നാലും നമുക്ക് ഒരു പരിചയമില്ല ആ ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ഞങ്ങള് എന്റെ കസിനുണ്ട് അമൃത. അപ്പൊ അവളുടെ കോളേജിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിപാടിക്ക് പോകുന്ന സമയത്ത് ആവശ്യം എന്തോ തൃശ്ശൂർക്ക് വരേണ്ട ആവശ്യമുണ്ടായി. അപ്പൊ ആവശ്യം പറഞ്ഞു അന്നങ്ങനെ ഇതിനായിട്ട് വന്നതാ. ഞമ്മളെ കാണാനായിട്ട് വന്നാട്ടോ, അല്ലാണ്ട് പരിപാടിക്ക് ഒന്നല്ല, കാണാനായിട്ട് വന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ ആവശ്യമുണ്ട്, അപ്പൊ നീ വരുമോന്ന് ചോദിച്ചേ. അല്ല, ഓളടുത്ത് ഞാൻ പറഞ്ഞുള്ളൂ, ഞാൻ അവളെ കാണാനായിട്ട് വന്നേന്. എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് എന്താ തൃശ്ശൂർക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു നാളെ എന്താ പരിപാടി പറഞ്ഞ്, ഓൾറെഡി അമൃതയുടെ കോളേജിൽ ഒരു പരിപാടി ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോകാന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഫ്രണ്ടിന്റെ കൂടെ പോകണം, അവരുടെ കോളേജിൽ പോകണം എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് നാളെ തൃശ്ശൂർ വരേണ്ട ആവശ്യമുണ്ട്, അങ്ങനെ നമുക്ക് നമുക്കൊന്ന് മീറ്റ് ചെയ്താലോന്ന്. അങ്ങനെ ഞങ്ങൾ ഇവളുടെ കോളേജ് ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്താ, ശ്രീകൃഷ്ണയിലുള്ള പഠിച്ചായിരുന്നു. അപ്പോ ഞങ്ങള് അങ്ങോട്ട് ചെന്നപ്പോ വെറുതെ ഗുരുവായൂർക്ക് പോയി. അപ്പൊ ആദർശായിട്ട് അവിടേക്ക് വന്ന് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആദർശന്റെ. അതുവരെ എനിക്ക് ആദർശന്റെ ഫോട്ടോ ഒന്നും കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞങ്ങൾ പിന്നെ വേറെ ടൈപ്പ് ഇട്ടു. അതായത് ഇവക്ക് ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടമായില്ല, എനിക്ക് ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടമായി. നമുക്ക് നേരിട്ട് കണ്ടപ്പോ ഇഷ്ടമായി, എനിക്ക് നേരിട്ട് ഇഷ്ടമായില്ല. എനിക്ക് ഫോട്ടോ കണ്ടപ്പോ ആദർശന്റെ ഫോട്ടോസ് എടുത്ത് നോക്കി അറിയാം, പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ എന്തോ ഒരു ഇത് മാതിരി. അപ്പൊ എനിക്കെന്ന് വെച്ചാ അധികം ഭംഗി അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും ഇല്ല. എനിക്ക് എന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയോ, കുറച്ചധികം എന്താ നോർമലി എനിക്കധികം സ്ത്രീക്കന്മാരെ അങ്ങനത്തെ ഒന്നും ചെറിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദർശന്റെ ഫോട്ടോ കണ്ടപ്പോഴേക്കും അങ്ങനെ തോന്നിയത്, ഒരു ഒതുങ്ങി പിടിച്ചിട്ട് അങ്ങനെ ഇത്. പിന്നെ ആദർശന്റെ ഫുള്ള് പണ്ടത്തെ ഫോട്ടോസ് ഒന്നും ചെയ്യാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല.
അതുകൊണ്ട് നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദേവി ഞാൻ ഫോട്ടോയിൽ കണ്ട ആളല്ലല്ലോ, ഞാനാണെന്നത് ഈശ്വര അതിന് ഭംഗിക്കാത്ത അങ്ങനെയൊക്കെ ആ ഒരു ഇതായി തുടങ്ങി. പിന്നെ എന്റെ കസിൻ ചോദിച്ചു ഇത് ഞങ്ങളെ ആരടി ഭംഗി ആരാ ഭംഗി അങ്ങനെ പറയാൻ രണ്ടുപേരും ഓക്കെ ഓക്കെ ഒക്കെ പറയട്ടാ. അങ്ങനെ നമ്മള് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ യാവർഷയുടെ വായ തുറന്ന പിന്നെ ബ്ലാ 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 നിർത്താതെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഞങ്ങള് അവിടെ വെച്ചിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് കുറെ നാള് മുന്നത്തെ പോലെ തോന്നിച്ചിട്ടുണ്ടായി. എന്ന് വെച്ചാൽ കുറെ നാള് പരിചയമുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അങ്ങനെ സംസാരിച്ച് പിന്നെ ഫുൾ സെറ്റാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് എനിക്ക് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഓക്കെ ആണ്, ഇതൊക്കെ സെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പൊ എന്നെ മാത്രമല്ല എന്റെ ഒപ്പം ഒരാളുണ്ടെങ്കിൽ അവരെനോട് പോസ്റ്റ് ആക്കാതെയും അമൃത എന്റെ ഒപ്പം എന്റെ കസിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവളുടെ ഒപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഭയങ്കര എന്റെ അതേ വൈബ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഫ്രണ്ട്സിനായിരുന്നു കേട്ടോ ആവശ്യം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതേ ഒരു പോലെ തന്നെയാണ് ആവശ്യം ഞങ്ങളെ ഒപ്പം ഉണ്ട് കേട്ടോ. അത് അങ്ങനല്ല കേട്ടോ. ഞാൻ എന്താ അറിയോ, എനിക്ക് എല്ലായിടത്തും കമ്പനി ഭയങ്കര ഇഷ്ടം. ഞാൻ ഇപ്പൊ ആരും ഇപ്പൊ നമുക്കൊരു ഫസ്റ്റ് ടൈം ഒരാളെ കാണാണെങ്കിൽ പോലും അവരോടും ഞാൻ എന്താ പറയാ ഇപ്പൊ നമ്മളൊരു 2 വർഷം പഴക്കമുള്ള പോലെ തന്നെ സംസാരിച്ച് കമ്പനി അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയതുകൊണ്ടാവും. എന്താ വെച്ചാൽ അച്ഛനും അതേപോലെ തന്നെയാണ്. എല്ലാവരോടും ഭയങ്കര സംസാരം, എല്ലാവർക്കും ഭയങ്കര ലൈക്ക് ആവുന്ന ഒരു ടൈപ്പ്. ഞാനും സത്യം പറഞ്ഞാൽ അതേപോലെ എനിക്ക് ആരോടും ഇങ്ങനെ വെറുപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമില്ല. അപ്പൊ നമ്മൾക്ക് എത്ര വലിയ ശത്രു ആണെങ്കിലും നമ്മളോട് സംസാരിച്ചാലും നമ്മളത് തിരിച്ച് നല്ലോണം കമ്പനി അടിച്ച് സംസാരിക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ടായിരിക്കും. ഞാൻ പിന്നെ അമൃതയൊക്കെ എനിക്ക് ഭയങ്കര ലൈക്ക് കേട്ടോ. അമൃതയൊക്കെ നല്ല കമ്പനിയാണ്. അമൃത നല്ല നമ്മളെ ഫ്രണ്ട്സ് ആയാലും ടോട്ടല്. ഞാൻ അമൃതയും കൂടി നിൽക്കുമ്പോ ഇപ്പൊ ഞാൻ എന്താ പറയാ ഞങ്ങൾ 3 പേര് വരെ കുറെ നാൾ ആദർശേന ഞങ്ങളുടെ എന്താ ഒരു ഡിസ്റ്റൻസ് ആ ഒരു ഡിസ്റ്റൻസ് ഇല്ല ഞങ്ങളുടെ ഇടയില്. ഏത് ഫ്രണ്ട്സിന്റെ അടുത്തും ആദർശേന അങ്ങനെയാട്ടോ ഭയങ്കര കമ്പനിയാണ്. അപ്പൊ അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര എന്താ ഒരു ലൈക്ക് തോന്നിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പോയി കണ്ടത്. അപ്പൊ ഉറപ്പിച്ചു ഇതൊക്കെ സെറ്റാണ്, ഇത് ഓക്കെയാണ്, ഇനി ഇതായിട്ട് മുന്നോട്ട് പോവാം. എന്തായാലും വീട്ടിലെന്തായാലും കല്യാണാലോചന അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പെണ്ണ് കാണാൻ ഇവര് വരട്ടെ ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ അതിന് ഓക്കെ പറയാം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്റെ അമ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല. ഇതാണ് എന്റെ അമ്മ എപ്പോഴും പറയാ. ഈ ഒരു കാര്യം ഞങ്ങൾ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോഴേ അമ്മ ചോദിക്കും അല്ല ഞങ്ങളുടെ ഒരു ഇത് കാണുമ്പോ അമ്മ ചോദിക്കും നിങ്ങൾക്ക് മുന്നേ പരിചയം ഉണ്ടായിരുന്നോ? അമ്മയ്ക്ക് ഡൗട്ട് അവരൊക്കെ ഞാൻ അമ്മേടെ ഇടയ്ക്ക് പറയും ഞങ്ങള് മുന്നേ പരിചയം അമ്മ വിശ്വസിക്കും. അമ്മയ്ക്ക് അറിയില്ലല്ലോ കാരണം ഞങ്ങൾ അങ്ങനെയായി, ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയി കഴിഞ്ഞു. അപ്പൊ അമ്മ നിങ്ങൾക്ക് മുന്നേ വല്ല പരിചയം ഉണ്ടായിരുന്നോ? ഞാനായിട്ട് അമ്മ പറയും 2 കൊല്ലം 3 കൊല്ലം മുന്നേ ഞങ്ങൾ പരിചയമുണ്ട്, ഞങ്ങളിത് പ്ലാൻ ചെയ്തൊക്കെ അമ്മ വിശ്വസിക്കും. സംഭവം അങ്ങനെ പരിചയമില്ല. എല്ലാം പെട്ടെന്ന് പറഞ്ഞാല് നമ്മള് കണ്ടാല് എനിക്ക് ഇഷ്ടമായി പറച്ചില്, പെണ്ണ് കാണല്, എൻഗേജ്മെന്റ് ഒക്കെ പെട്ടെന്ന്. അതായത് ഇപ്പൊ സാധാരണ ചിലവരൊക്കെ ലൈഫിൽ ഇപ്പൊ ഒരു 5 വർഷം 10 വർഷം പ്രേമിച്ച് കല്യാണം കഴിച്ച് എന്നുള്ള സംഭവം കഥയൊന്നും പറയാൻ നമുക്ക് കുറെ ഇല്ല. പക്ഷെ ഉള്ളതെ കുറിച്ചൊക്കെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് നടത്തുന്നത്. അപ്പൊ ഇന്നാണ് ഞാൻ ആവശ്യമില്ല എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഓക്കെയാണ് കല്യാണം നമുക്ക് മുന്നോട്ട് പോകാന്നുള്ള രീതിക്കൊരു ഗസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ പിന്നെ എന്താ ഇങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞങ്ങളുടെ പെണ്ണ് കാണൽ കഴിഞ്ഞു. ജൂലൈ കഴിഞ്ഞ് ആഗസ്റ്റ് അല്ല പെണ്ണ് കാണൽ ആരൊക്കെയാ? ഞാന് ചേട്ടൻ കട്ട 4 പേരുണ്ടായിരുന്നല്ലോ. കണ്ണനാണോ? കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും അന്ന് നല്ല ട്രാജഡിയാണ്. ഞാൻ അതിന്റെ കുറച്ച് ദിവസം മുന്നേ എന്റെ സ്ലിപ്പായി പോയിട്ട് ഭയങ്കര പെയിനൊക്കെ ആയിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ അവിടത്തെ നേരത്തെ ഞാൻ എന്തേലും മറ്റേ സാധനത്തിന് ഒരു മൂവിന്റെ സ്പ്രേ അടിച്ചിട്ട് പെണ്ണുകാണലൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിരുന്നു. പെണ്ണ് കാണലിൽ വന്നിട്ട് ഫുഡിന്റെ കാര്യത്തിൽ എല്ലാരും എന്താ വെച്ചാൽ ഇവിടെയൊക്കെ നമ്മളവിടത്തെ ഫുഡ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. കോഴിക്കോടൊക്കെ ഫുഡ് ഒരു കുറച്ച് കറി, നോർമൽ പീസ്, ഒരാൾക്ക് ഇപ്പൊ 2 3 പീസ് കറി കിട്ടാനും സംഭവം അവിടെ കഴിഞ്ഞ്. പക്ഷെ ആദ്യമായിട്ടാണ് സംഭവം അവിടെ എത്തിയിട്ട് എല്ലാവർക്കും തിരിച്ചു വരുമ്പോഴില്ല വയറിങ്ങനെ നടക്കുന്നുണ്ട്. കാരണം ഫുഡിന്റെ കാര്യത്തിൽ തൃശ്ശൂർ അടിപൊളിയാ. നമുക്ക് എന്താ പറയാ കഴിച്ചിട്ട് വയർ ഫുള്ളാവും. അങ്ങനെയാണ് അവിടുത്തെ ഒരു പ്ലേറ്റിൽ നമ്മൾ ഇടുമ്പോ തന്നെ ആവശ്യത്തിന് ഉണ്ടാവും. ഫുഡിനകത്ത് തൃശ്ശൂർ വേറെ ലെവലാട്ടോ. അപ്പൊ എന്റെ കൂടെ വന്നിട്ടുള്ള എല്ലാരും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അത് പറയും, എന്തായാലും നമ്മളടുത്ത് പറയും. അങ്ങനെ പെണ്ണാണല് പെട്ടെന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻഗേജ്മെന്റും ഫാസ്റ്റ് ആയിരുന്നു. സെപ്റ്റംബറിലായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നത്. അത് സെപ്റ്റംബർ 12-ാം തീയതി 10-ന്റെ പിറന്നാള് സെപ്റ്റംബർ 10-ന്, 11-ന് ഇവിടെ വീട് കാഴ്ച, 12-ന് അവിടെ എൻഗേജ്മെന്റ്. കാരണം വീട് കാഴ്ചക്ക് വന്നിട്ട് ഷടപടയെന്നായിരുന്നു, എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. എൻഗേജ്മെന്റ് ഇത്ര പെട്ടെന്ന് നടത്തുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അങ്ങനെയല്ല കേട്ടോ. അതൊക്കെ അച്ഛന്റെ ഒരു ഇത് തന്നെയാ. കാരണം
എന്താ അറിയില്ല. ഇപ്പൊ അച്ഛനാണ് ഫുള്ള് കാര്യങ്ങൾ. ഇപ്പൊ എന്താ പറയാ, ഇവിടെ വീട് കാഴ്ചക്ക് ഇവിടേക്ക് വന്ന് പെട്ടെന്ന് അച്ഛൻ പറഞ്ഞ എന്നാലും നമുക്ക് അടുത്ത ദിവസം തന്നെ ചെയ്യാം, ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. അത് ദൃശ്യേച്ചിയുടെ പ്രസവം ആ സമയമായിരുന്നു. ഡെലിവറിന്റെ ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റില്ല, അപ്പൊ കുറെ ലേഖാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാം ചടപടേന്നായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് വീട് കാഴ്ച കണ്ടിട്ട് വീട് കാഴ്ച കണ്ടിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് പറയണേ നാളെ കളയിരിക്കാൻ വരുന്നുണ്ട്. ഡ്രസ് സെറ്റ് ആക്കിയിട്ടില്ല, ഒന്നുമില്ല. ഡ്രസ് മാത്രം ഞാൻ ഫോണിന് വേണ്ടിട്ട് ഓടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം എനിക്ക് ഫോണില്ല എൻഗേജ്മെന്റ് ഫോൺ തരാൻ വേണ്ടി. കാരണം അന്ന് ഞായറാഴ്ച തോന്നുന്നുണ്ട്, ഞായറാഴ്ച എന്തോ ദിവസമാണ്. ടൗണിലൊക്കെ തപ്പിയിട്ട് ഷോപ്പൊക്കെ ഒരുവിധം ക്ലോസ് ആയിക്കില്ല ഞായറാഴ്ച, എന്തൊക്കെ ആയിട്ട് ഓടി നടന്നൊക്കെ. ഞാൻ ഡ്രസ്സ് സെറ്റ് ആക്കാൻ വേണ്ടി ഇവർക്കും എനിക്ക് ഡ്രസ്സ് എടുത്തല്ല, പക്ഷെ അതനുസരിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് കുറെ ഞങ്ങൾ ഷോപ്പിൽ പോയി, പിന്നെ അവിടെ നിന്ന് എന്താ രാത്രി ആയിരിക്കുന്നു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ കുറെ ഷോപ്പ് അടച്ച്. എന്നിട്ട് എവിടുന്ന കേരള വസ്ത്രാലയത്തിന്ന് തോന്നുന്നു നമ്മൾ അവിടെ നിന്ന് മുറിച്ച് വാങ്ങിക്കുകയാണ് എന്തോ ചെയ്തത്. എന്നിട്ട് അന്ന് രാത്രി ആകുമ്പോ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുകൊടുത്തു. എന്തോ ഭാഗ്യത്തിന് ആ ചേച്ചിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു കേട്ടോ. സ്റ്റിച്ച് ചെയ്താൽ നോർമൽ തന്നെയാണ്, പക്ഷെ അതിന് വർക്ക് ചെയ്തത് ഗൈസ് എന്താ പറയാ, കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വെച്ചിട്ട് ഫുള്ള് കൈകൊണ്ട് തുന്നിയിട്ട് ചെയ്തിരുന്നേക്കണത്. കാണുമ്പോ എന്റെ ഡ്രസ്സ് ഞാൻ അവിടെ കൊടുക്കാട്ടെ പിക്ക്. അത്ര വലിയ അടിപൊളിയൊന്നും ആയിരുന്നില്ല. എല്ലാരും പറഞ്ഞോടി നിനക്ക് ഇത്രയും കൂടി ബെറ്റർ ആക്കാറുണ്ട് എൻഗേജ്മെന്റിന്റെ ഇത് എന്നൊക്കെ. പക്ഷെ എനിക്കൊരു ഐഡിയ ഇല്ല, അങ്ങനെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പോ പെട്ടെന്ന് ആ ചേച്ചിയോട് ചേച്ചി ഇതുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തായോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു രാത്രിയാണ് നോക്കട്ടെ, എന്റെ ആൾ ഉറങ്ങാതിരുന്നിട്ട്, കാരണം അത്ര പണീന്റെ ഇത് ഇങ്ങനെ തുന്നി പിടിപ്പിക്കാൻ വേണ്ടിട്ടാ. എന്നിട്ട് രാവിലെ ആളൊരു 5:30 പുലർച്ചയ്ക്ക് 5:30 പോയിട്ടാണ് എന്റെ അച്ഛൻ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നത്. പിന്നെ 6 മണിയാകുമ്പോഴേക്കും എനിക്ക് മേക്കപ്പിന് ആള് വന്ന്, അങ്ങനെ എല്ലാം ഷടപടേന്നായിരുന്നു കേട്ടോ. പിന്നെ എൻഗേജ്മെന്റ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഓഡിറ്റോറിയം, എന്റെ അമ്മയ്ക്ക് അച്ഛനും ഭയങ്കര ഇതുണ്ടായിരുന്നു, എന്റെ കല്യാണം അടിപൊളിയാക്കണം, എന്റെ എൻഗേജ്മെന്റ് ഒക്കെ അടിപൊളിയാക്കണം എന്നൊക്കെ. പക്ഷെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താം അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു മുന്നേ നമ്മൾ അങ്ങനെ പറയൂലോ. പക്ഷെ ഇത് പെട്ടെന്നായിരുന്നല്ലോ, പിറ്റേ ദിവസം തന്നെയല്ലേ. അപ്പോ വീട്ടിൽ തന്നെ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറെ പേരെയൊന്നും വിളിക്കാൻ പറ്റിയില്ല, അതിനൊക്കെ കുറെ പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിന് കുറെ പേരൊന്നും നമുക്ക് വിളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞാൽ ആ പരിപാടിക്ക് അച്ഛൻ ആ സമയത്തൊക്കെ കേട്ടോ. അതായത് ഇപ്പൊ നമ്മളെ എൻഗേജ്മെന്റിന് അച്ഛൻ ഇവിടുന്ന് അച്ഛനും വലിയച്ഛൻ പറയാം എല്ലാവരും കൂടി ഞങ്ങൾ അങ്ങോട്ട് പോയേ. എന്താ വെച്ചാല് ശരിക്കും പറഞ്ഞാൽ എന്തൊരു യോഗം പോലെ. കാരണം അച്ഛൻ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി. അച്ഛൻ അവിടെ മരിക്കുന്നതിന്റെ ഒക്കെ മുന്നേ, അതായത് ഇപ്പൊ എന്താ പറയാ, ആ ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റി, അവിടെ എത്താനോ അവിടുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാനോ ഒക്കെ ഒരു യോഗം പോലെ സംഭവം. പക്ഷെ ആ ഒരു എൻഗേജ്മെന്റിന് അച്ഛനെ അവിടുന്ന് പരിചയപ്പെട്ട ആരും മറക്കൂലട്ടാ. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും പോകുമ്പോഴും എന്നോടൊക്കെ പറയാറുണ്ട്, അതായത് അച്ഛൻ എല്ലാവരുമായിട്ടും കമ്പനി അവിടെ ഉള്ള കണ്ടവരോട്, അതായത് അച്ഛൻ അവിടെ കണ്ട് ജസ്റ്റ് സംസാരിച്ച എല്ലാവരുമായിട്ട് അച്ഛൻ നല്ല ക്ലോസ് ആയി. സംഭവം അടിപൊളിയാണ്. അങ്ങനെ സെപ്റ്റംബറിൽ ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 2-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നത് അല്ലെ. ഏപ്രിൽ 2-ായിരുന്നു ഞങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നത്. അതും ഭയങ്കര ഒരു അച്ഛൻ മരിച്ചിട്ട് ഒരു 6 മാസം അതുകൊണ്ട് എന്താ വെച്ചാൽ മാക്സിമം ചെറിയ രീതിക്ക് കഴിച്ചേ. അച്ഛൻ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ എന്താ വെച്ചാൽ ചേച്ചിന്റെ കല്യാണം നല്ല ഹെവി ആക്കിയിട്ട് കഴിച്ചിനെ എന്റെ ചേച്ചിന്റെ ഇവിടെ. അപ്പോ പിന്നെ അച്ഛൻ കല്യാണം, അതായത് തുടക്കത്തിൽ, അതായത് എൻഗേജ്മെന്റിനൊക്കെ മുന്നേ അച്ഛൻ പറഞ്ഞു നമുക്ക് സംഭവം അതേപോലെ കഴിക്കുന്ന സിമ്പിളായി കഴിക്കാന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ തന്നെയാണ് ഈ എൻഗേജ്മെന്റിനൊക്കെ എന്റെ ഇവിടെ നല്ല ഹെവി ആയിട്ട് തന്നെ കഴിച്ചത്. അപ്പൊ അച്ഛനും പിന്നെ അച്ഛൻ പറഞ്ഞു കല്യാണമൊക്കെ നമുക്ക് അടിപൊളിയാക്കിയിട്ട് കഴിച്ചു. എനിക്ക് ഓർമ്മയുണ്ട്, ഇവര് വീട് കാഴ്ചക്ക് വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴേ എന്റെ അമ്മ പറയാ അതേതാ അവരെന്താ, കാരണം ജസ്റ്റ് വീട് കണ്ടുപോകാനല്ലേ. ഇവിടെ ഫുള്ള് പന്തലൊക്കെ ഇട്ടിട്ട് ഭയങ്കര സെറ്റായിട്ടാ ഉണ്ടായിരുന്നേന്ന്. അപ്പൊ അവര് വിചാരിച്ചു ഇത് എൻഗേജ്മെന്റ് അങ്ങനെയൊന്നും ഇത് ജസ്റ്റ് വീട് കാഴ്ചയില്ല. അപ്പോഴേക്കും ഇവര് നല്ല. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ പോണ സമയത്തുണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ അവസരത്തില് ആരെ കണ്ടാലും പറയും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായി അപ്പൂന്റെ കല്യാണം ഉണ്ട്. അങ്ങനെ അച്ഛനെ അറിയണടുത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നല്ല അടിപൊളിയാക്കി കഴിക്കാൻ വേണ്ടിട്ട് തന്നെ അച്ഛൻ എല്ലാവരോടും പറഞ്ഞു കല്യാണം ഉണ്ട്. അതായത് നമ്മള് ആ ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്ന മുന്നേ എല്ലാവരുടെ പറഞ്ഞിരുന്നത്. എന്താ വെച്ചാല് വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് അച്ഛൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ഇങ്ങനെ പറയൂ ഇന്ന കാര്യങ്ങള് ഞാൻ ചെയ്യും, ഇന്ന കാര്യങ്ങൾ ഈ നോക്കണം, അത് അച്ഛൻ ഇങ്ങനെ പറയും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ മാക്സിമം ഉണ്ടല്ല എന്റെ എൻഗേജ്മെന്റിനൊക്കെ കൂടുതൽ ചെലവൊന്നും അറിയിപ്പിക്കാതെ തന്നെ സത്യം പറഞ്ഞാൽ അച്ഛൻ കുറെ നോക്കിയിട്ടുള്ളത്. അങ്ങനെയാണ്. പിന്നെ എന്താ, പിന്നെ ഞങ്ങളുടെ ഏപ്രിൽ 2-ാം തീയതി കല്യാണം കഴിഞ്ഞ് പിന്നെ ഇത് ഇങ്ങനെയൊക്കെ പോകണം. അത് ഞാൻ പറഞ്ഞില്ലേ വലിയ ലവ് സ്റ്റോറി ഒന്നല്ല. ലവ് സ്റ്റോറി ഇപ്പൊ ലവ് മാരേജ് ആണോ ചോദിച്ചാൽ ലവ് മാരേജ് എന്നൊന്നും കറക്റ്റ് പറയാൻ പറ്റത്തില്ല.
കാരണം ഇല്ല ഞാനതില്ല. ഞാൻ ഇപ്പൊ എന്റെ കസിന്റെ അല്ലോ റോജസ്, ഞാൻ ഓനോടൊക്കെ പറയലുണ്ട്. അതായത് ഇപ്പൊ നമ്മള് പ്രേമിക്കുന്ന സമയം എന്ന് പറഞ്ഞാലോ, ഈ പിന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിവരമില്ലാത്ത സമയത്ത് കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ആ ഒരു സമയവും ഇപ്പം മെച്ചൂർഡ് ആയിട്ട് ഇപ്പൊ കല്യാണം കഴിച്ചുമ്പോൾ ശരിക്കും ഞാൻ ഒരിക്കലും കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ ലൈഫ് എന്താവണമെന്നോ എങ്ങനെ പോകണം എന്നൊക്കെ പഠിച്ചു. അതിന് മുന്നേ എനിക്ക് വലിയ കാൽക്കുലേഷൻ ഒന്നും ഇല്ല. കാരണം ക്യാഷ് വരും, മാക്സിമം എൻജോയ് ചെയ്യും, ചെലവാക്കും, ഫുൾ ചില്ലിങ് പരിപാടി തന്നെ. ഫുള്ള് മാക്സിമം നമുക്ക് എങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അത് ഫുൾ എൻജോയ്മെന്റ് ഫുള്ളായി നടത്താം. ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിക്കും. അപ്പം ഇപ്പം കറന്റ്ലി സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അല്ല A to Z നമ്മൾ പഠിക്കുന്ന പറഞ്ഞ പോലെ തന്നെ അത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അപ്പൊ അമ്മയൊക്കെ നല്ല സപ്പോർട്ടിങ് കേട്ടോ. അമ്മ അതായത് അമ്മ ഇവിടെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിലും അമ്മ അതായത് ഇപ്പൊ എന്റെ മുഖം വാടിയാല് ഒരു പക്ഷേ അല്ലേ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അമ്മയാണെങ്കിലും ഇവളാണെങ്കിലും. അതായത് ഇപ്പൊ ഇവർക്ക് മനസ്സിലാവും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ എന്റെ ആവശ്യം എന്താണോ അതിലേക്ക് പറ്റുന്നത് പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അമ്മയൊക്കെ. അപ്പം പിന്നെ എന്താ വെച്ചാല് ഞാനിവിടെ മാത്രമാകുമ്പോ പിന്നെ ഞങ്ങള് എല്ലാം നോക്കിയും കണ്ടും ഞങ്ങൾ തന്നെ അവിടെ ഡീൽ ചെയ്ത് പോകും. പിന്നെ ഈ ലവ് സ്റ്റോറി ഇത് സംഭവം എന്താ വെച്ചാൽ ലവ് സ്റ്റോറി എന്നല്ല, പെട്ടെന്നേനും അതായത് കണ്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞ് ചോദിച്ച് ഓക്കെ പെണ്ണ് കാണല്, വീട് കാഴ്ച, എൻഗേജ്മെന്റ്, കല്യാണം, അതൊക്കെ സീരീസ്. അതായത് എന്താ പറയാ പെട്ടെന്ന് തന്നെ ഉള്ള നടന്ന കാര്യം. ഇപ്പൊ എന്താ പറയാ ഇപ്പൊ നമ്മൾക്ക് ഒരു 18ാമത്തെ വയസ്സിൽ ഇപ്പൊ പ്രേമുണ്ടായിരിക്കുക. ഇപ്പൊ ഒരു ആൺകുട്ടിക്ക് എന്തായാലും ഒരു 10, 24, 25 ആവണ്ടേ മിനിമം കല്യാണം കഴിക്കണല്ലേ. അത് 18 to 24 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5-6 കൊല്ലമുണ്ട്. ഈ 5-6 കൊല്ലം പ്രേമിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ആ ടോട്ടലായിട്ട് നമുക്ക് ഒരു 5-6 മാസം അല്ലെ അത്രേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഒക്കെ പെട്ടെന്നേനു. പിന്നെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത്ര ലോങ് ഡിസ്റ്റൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ആദർശാണ് തൃശ്ശൂർ വന്നിടുന്നു. മാത്രല്ല വേറെ എന്താ വെച്ചാൽ കുറെ ആൾക്കാർ ഇപ്പൊ ലവ് സ്റ്റോറിയിൽ ബ്രേക്കപ്പ് എന്നൊക്കെ പറയാനുള്ള കുറെ സിറ്റുവേഷൻസ് ഉണ്ടാവും. ഒരുവിധം എല്ലാവർക്കും നമുക്ക് ബ്രേക്കപ്പ് അടിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ടോർച്ചറിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടോർച്ചറിങ് ആയിരുന്നു. അപ്പൊ ടോർച്ചറിനൊക്കെ പറഞ്ഞിട്ട് വലിയ തിരിച്ചു കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും നോക്കാതെ, കാരണം ഞാൻ അതുവരെ അങ്ങനെ പാർപ്പറം നടന്നായിരുന്നു കേട്ടോ. പിന്നെ എന്റെ ഫ്രണ്ട്സിനെ പറയടി നീ ആ ഫോണൊന്ന് മാറ്റിക്ക്, ഞാൻ പിന്നെ അവർക്ക് കിട്ടാതെ. കാരണം അത് ഞാൻ പറയട്ടെ, ഞാന് ഇപ്പൊ രാവിലെ എനിക്ക് ആദർശനെ വിളിക്കണം, ബസ് കയറാൻ. ഞാൻ 7:45 ബസ്സിനാ പോവാം. 7:45 ബസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ആദർശനെ വിളിക്കണം. ബസ്സിൽ കയറിയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ആദർശനെ വിളിച്ചോണ്ട് നിൽക്കണം. കാരണം എനിക്ക് എപ്പോഴും ആ സമയം തൊട്ടേ ആദർശന്റെ എപ്പോഴും എന്റെ അടുത്തുണ്ട് എന്നുള്ളൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഫുൾ ടൈം ആദർശത്തിന് ഞാനായിട്ട് കോൾ ഉണ്ടാവും. ഇഷ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് പ്രാന്ത് വന്നിരുന്നു. ആ സമയത്ത് ഞാൻ എപ്പോ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴോ അന്ന് അപ്പൊ പുരിയല്ലേ ഇപ്പൊ പുരിയത്. പിന്നെ നമുക്ക് തിരിച്ചു പറയണ്ടേ, അല്ലാതെ നമ്മളെപ്പോഴും കേട്ടിക്കേണ്ടി വരില്ലേ. എന്നിട്ട് ഗൈസ് ഇങ്ങനെ അന്ന് എന്റെ കയ്യിലെ സരസ്വതി, ഇന്ന് എന്റെ കയ്യിലെ ഭദ്രകാളിയപ്പത്. ഇങ്ങനെ ചിരിക്കുന്നത് നോക്കണ്ട, ആരാ നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. അപ്പൊ ഞാൻ അന്നൊക്കെ ഞാനതിന് ഇട്ടോ ടോർച്ചർ. ഞാൻ വെച്ചത് ഞാൻ പറഞ്ഞതാണ് കഥ. ഇന്നോ എനിക്കൊരു ദേവി ഇങ്ങനെയൊക്കെയാണോ, എനിക്ക് പ്രാന്തടക്കം പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയല്ല സംഭവം എന്താ അറിയോ, ഇപ്പം പ്രേമിക്കുന്നവർക്ക് അറിയാം. കാരണം ഒരുപാട് ഇഷ്യൂസ്, കാരണം പണ്ടത്തെ പോലെ ഒന്നല്ല. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിയാ എങ്ങനെ നിൽക്കണം, എല്ലാ വിഷയങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ ഇവക്ക് ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വലിയ എക്സ്പെർട്ട് അല്ല. ഇപ്പൊ ഞാനാണെങ്കിലോ ഈ ടോട്ടൽ നമുക്ക് പ്രേമി സമയത്തുള്ള ഉടായ്പകള്, അതേപോലെ തന്നെ അല്ലാത്ത ഉടായ്പകൾ, എല്ലാ ഉടായ്പകളും എന്റെ തലയിലുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്താ വെച്ചാല് അതൊക്കെ വെച്ചിട്ട് എന്റെ അടുത്ത് അതൊക്കെ A to Z ഇങ്ങനെ കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ. പിന്നെ പറഞ്ഞാല് പിന്നെ അതല്ല വിറ്റിട്ടോ, ഞങ്ങള് രാത്രി ആകുമ്പോ അങ്ങനെ സംസാരിച്ച് നിക്കാവൂട്ടാ. ഞാൻ നോക്കുമ്പോ 2 മണിക്കായിട്ടുണ്ടായിരുന്നു അമ്മയുടെ മിസ് കോള് വരുന്നു. അമ്മ ഫോൺ വെക്കാറായി ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോവല്ലോ. അത് കഴിഞ്ഞിട്ട് 1 മണിന്നായത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ എന്റെ തൊട്ടപ്പുറത്തെ റൂമിലാണ് അമ്മേശ്വരം കിടക്കുന്നുണ്ടാവാട്ടാ. അപ്പൊ അച്ഛന് എന്തത് നിക്കാറായില്ല എന്നങ്ങനെ പറയും. അപ്പൊ അമ്മ കാണാൻ രാത്രിയാകുമ്പോ അമ്മ ഫോൺ എടുത്തിട്ട് എന്റെ ഫോണിലേക്ക് വിളിക്കും. ഞങ്ങൾ സംസാരിച്ച് നോക്കുമ്പോ ഞാൻ കൂന്ന് പറയുമ്പോ ഞാൻ നോക്കുമ്പോ അമ്മയാ. എന്നിട്ട് ഞാൻ പറയുന്നത് എന്റെ അമ്മയെ നിർത്താനായിട്ട് വേണ്ടിക്ക് നല്ല ചെയ്തിട്ടുണ്ട്. ഞാൻ വേഗം ഞാൻ ഓക്കെ ആദർശേട്ടാന്റെ ആള് എന്നെ കിടക്കും. നല്ല രസമായിരുന്നു ആ മൊമെന്റ്. നമുക്ക് പിന്നെണ്ടല്ല ഞാന് ഇവിടെ വീട്ടിലേക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ചില ദിവസങ്ങളൊക്കെ പോയാല് 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ, ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഇപ്പൊ വർക്കിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങും. പിന്നെ നാട്ടിലുണ്ടേ തന്നെ രാവിലെ ഞാൻ ചായ ഒക്കെ കുടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് ചിലപ്പം രാത്രി 12 മണി, പുലർച്ചെ 1 മണി ആ റേഞ്ചിലേ ഞാൻ എത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് എത്തുള്ളൂ. ആ വരുന്ന സമയത്താണെങ്കിൽ അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചോണ്ട് വരുമ്പോ ജസ്റ്റ്
ജസ്റ്റ് ഇവിടെ വിളിച്ചിട്ടുണ്ടാവും, അങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ പോരും. സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഞാൻ വീട്ടിൽ ഉണ്ടാവുന്ന വെച്ചാൽ ഉണ്ടാവില്ല, എന്നെ കാണാൻ കിട്ടലേ ഇല്ല. അതായത് കല്യാണത്തിന് ശേഷം എന്നെ വീട്ടിലേ കാണാൻ കിട്ടുള്ളൂ, അങ്ങനെ ആയി. പിന്നെന്താ വെച്ചാല് അതില് പ്രത്യേക കഴിവുണ്ട് കേട്ടോ അവക്ക്. ഞാനിങ്ങനെ കൂടെ എല്ലാം കച്ചക്ക് പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ പിന്നെന്ന് വെച്ചാല് ഇന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാന് ഫുള്ളായിട്ട് പാറി പറഞ്ഞ നമ്മളതായ ഇഷ്ടം ഫുൾ ടൈം നമുക്ക് എന്ത് ചെയ്യണം തോന്നുമ്പോ അതിപ്പോ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ടേനു. ഇപ്പം ഫ്രീഡം ഇല്ലാന്നല്ല കേട്ടോ, പിന്നെന്താ നമ്മള് കുറച്ചൊക്കെ മാറണല്ലോ. ഞാൻ ഒപ്പണ്ടാവും. ഞാൻ അതപ്പോ ഇന്ന് രാവിലെ ഒന്ന് വണ്ടിയിൽ ഒരു ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പൊ അതിന് പോവാറപ്പോ ഞാനും ഉണ്ട്. അതേപോലെ തന്നെ അവിടെ പോയി ഞാനും ഉണ്ട് കേക്കപ്പടും അങ്ങനെ. അപ്പൊ എന്താ അപ്പം ഇത്രയും നമ്മളെ ലവ് സ്റ്റോറി എന്നൊക്കെ പറയാന്. പിന്നെ വലിയ സംഭവം ഒന്നല്ല, ലവ് ഒന്നും ചെയ്യാനുള്ള അധികം ടൈമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ പറഞ്ഞ കല്യാണത്തിന് ശേഷം നമ്മൾ ലവ് സ്റ്റോറി കല്യാണത്തിന് ശേഷമായിട്ട് ഞാൻ കൈബറട്ടെ, കല്യാണത്തിന് ശേഷമാണ് ആദർശത്തിരം മാറിയത്. കാരണം എന്ന് വെച്ചാല് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഇതായിരുന്നു, എന്നെ അങ്ങോട്ടും കൂടി തിരിയാനും സമ്മതിക്കാത്തൊരു എന്നെ അത്ര ഇതായിട്ടുണ്ടായിരുന്നേ. അങ്ങനെയല്ല ഇല്ലാന്നൊന്നും പറയില്ല, കാരണം നമുക്ക് ആദർശാണ് നന്നായി മാറി. ഇപ്പൊ എനിക്ക് ഭയങ്കര ഫ്രീ ആണ്. കല്യാണം കഴിഞ്ഞ പറയാനാ. അല്ല നമുക്ക് അങ്ങനെയല്ലേ, നമുക്ക് അതിന് മുന്നത്തെ പരിചയമൊന്നും ഇല്ലല്ലോ, അതിന് മാത്രം ഇങ്ങനെ എല്ലാ കാര്യം അറിയാം. കല്യാണം കഴിഞ്ഞവിടെ വന്ന് ആദർശനം ഭയങ്കര സോഫ്റ്റ് ആയി, എന്താ ഭയങ്കര മുന്നത്തെ ആ ഒരു ടോർച്ചറിങ് സിറ്റുവേഷൻ ആണ് നമുക്ക് എല്ലാം. ആവശ്യം ഭയങ്കര പേടിയാ, അപ്പൊ ഞാൻ പുറത്തേക്ക് പോവാ ഭയങ്കര പേടിയാ. അത് ഇവളെ കാര്യം മാത്രല്ല കേട്ടോ, ഞാൻ അമ്മേന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇപ്പൊ എവിടേക്ക് പോവാണെങ്കിലും ഞാൻ എന്താ പറയാ ഒരു പ്രൊട്ടക്ഷൻ പോലെ, എന്താ വെച്ചാൽ എപ്പോഴും എനിക്ക് നിൽക്കണം, എന്താ വെച്ചാൽ പേടിച്ചിട്ട്. കാരണം നമുക്ക് ജീവിതത്തിൽ അല്ലേ അങ്ങനെ പറയല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, ഒരു നമ്മളെ ലൈഫിൽ ഇല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ആ ഒരു ഞാൻ അങ്ങനെ കുറച്ച് ഓവർ തിങ്കിങ് ചില നേരത്ത്. ആ ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നങ്ങൾ ആവശ്യത്തിന് താത്തിപ്പിടിച്ചു കുറെ അങ്ങനത്തെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനത്തെ അതില് ഇപ്പം എനിക്ക് ആ സറൗണ്ടിലേക്ക് വേണ്ടപ്പെട്ടവർ ഞാൻ എപ്പോഴും അങ്ങനെ കുറച്ചൊക്കെ കെയർ ചെയ്ത് കൊണ്ട് നടക്കും. അപ്പൊ അങ്ങനത്തെ ഒരു വിഷയം. അപ്പൊ അല്ല ഇപ്പൊ ഞാൻ ബസ് കയറിയിട്ട് ടൗണിൽ പോയിട്ട് വരാം, എന്താ അങ്ങനെയല്ല കേട്ടോ, എനിക്ക് പേടിയാ. അങ്ങനെയല്ല, ഞാൻ ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോകും. അതായത് അങ്ങനെ ഉണ്ടോ, അങ്ങനെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമുക്ക് സംശയമോ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനത്തെ സീൻ ഉണ്ടായിട്ടില്ല. കുറച്ച് പേടിച്ചിട്ടാ. കാരണം ഈ മൊയന്തത്തരം കുറെ ഉണ്ട്, നല്ലോണം ഉണ്ട്. കാരണം ശ്രദ്ധിക്കൂല, അങ്ങനത്തെ കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ഞാനായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടു നടക്കണം എന്നാണ് എന്റെ ഇത്. പിന്നെ പറഞ്ഞാൽ ഞാനും കൂടെ അല്ലേ എപ്പോഴും നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് ഇടപോളാത്ത അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അതന്നെ. അപ്പൊ എന്താ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അത്ര നിങ്ങൾ വിചാരിച്ചത്ര വലിയ ലവ് സ്റ്റോറി വലിയ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കൂടെ അടിയൊക്കെ ഉണ്ടാവും. അടിയൊക്കെ എന്ന് പറഞ്ഞാല് അടി ആവുമ്പോ ഞാൻ അടുത്ത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത സീനില്ല, ഞാൻ അന്ന് അമ്മേനെ വിളിക്കട്ടെ, അമ്മേനെ വിളിക്കുക. ആദർശന്റെ ഇതാണ് അമ്മട്ടാ, കാരണം അമ്മ ഞാൻ സെറ്റാട്ടാ. കാരണം എന്റെ ഒരു ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ അമ്മ പ്രവർത്തിച്ചിട്ടുണ്ടാവും ഓൾറെഡി. അതാണ് അമ്മേന്റെ പ്രത്യേകത. അപ്പൊ അതാണ് എനിക്ക് അത് വെച്ചാൽ അമ്മ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ഞങ്ങൾ അങ്ങനെയല്ല. അമ്മ ഇപ്പൊ എന്താ പറയുക, അമ്മ ഇപ്പൊ എങ്ങനെയാണ് ഒരു മോളെ നോക്കേണ്ടത് ആ കാര്യത്തിലൊക്കെ അമ്മ അടിപൊളിയാണ്. കാരണം കുറച്ച് നല്ലോണം നോക്കും, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നോക്കും. അതായത് ചില കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കും അമ്മ. അതേപോലെ തന്നെയാണ്. അപ്പൊ രണ്ടും സെയിം എന്ന് വെച്ചാൽ എന്താ പറയാ, അങ്ങനെയാണ് കൈസ്. അമ്മ എന്താ രണ്ടുപേരുടെയും കുരുട്ടുബുദ്ധി എങ്ങനെ ചിന്തിക്കുക, അത് രണ്ടെണ്ണം ഒരേപോലെ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. എന്തൊരു കാര്യം നടക്കാൻ പോണ കാര്യം ഞാൻ അതാവും, നമ്മളിപ്പോ ഇത് ചെയ്താ ഞാൻ അവിടെ അതാവും നടക്കുക, അങ്ങനെ ഇവര് മുന്നേ ചിന്തിക്കും. അങ്ങനെ ഭയങ്കര ഇതാണ് രണ്ടെണ്ണം. അത് വിവരമുള്ളതുകൊണ്ടാ. വിവരമില്ലാത്ത ഇപ്പൊ ഏതെങ്കിലും ക്രൗഡിലൊക്കെ പോയി നിൽക്കുക, ഇവള് ആരെങ്കിലും നടന്നു പോകുന്നുണ്ടോ, ഇവള് ഇങ്ങനെ തട്ടിപ്പോയ ഒന്നും ഒരു ശ്രദ്ധ അല്ല. ചിലത് ഞാൻ അവളോട് മാറി കഴിയാതെ അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട്. കാരണം നമുക്ക് അത്ര എന്താ പറയാ, ചിലവരുണ്ടല്ലോ, വേറെ മെന്റാലിറ്റിയിൽ കൂടെ നടന്നു പോകുന്ന കുറെ ആൾക്കാരുണ്ടാവും. ശ്രദ്ധിക്കാണ്ട് ഓലും ഇങ്ങനെ തട്ടിയിട്ട് മുട്ടിയിട്ടൊക്കെ പോകുമ്പോ എന്താ പറയാ, വില ശ്രദ്ധ എന്താ, ചില ഒരു വീഡിയോ കയറി കഴിഞ്ഞാൽ കുറെ വളയിലേക്കും മാലയിലേക്കും ലിപ്സ്റ്റിക്കും സ്പ്രേയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് തല കറങ്ങും. പിന്നെ അതിലേക്ക് നോക്കിയിരുന്ന ഒരു ഇതുമില്ല. എന്താ വെച്ചാൽ ഞാൻ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കട്ടോ. അതപ്പോ അമ്മയാണെങ്കിൽ കേട്ടോ, അമ്മ ഞാനൊക്കെ അച്ഛനെ കുറ്റം പറയട്ടോ. അച്ഛൻ അടിപൊളി. അച്ഛൻ ഇമോഷണലി പെട്ടെന്ന് ഒക്കെ ഒരു പെട്ടെന്ന് അഴിയുന്ന ടൈപ്പ്. പറഞ്ഞങ്ങനെ ഇപ്പം ലവ് സ്റ്റോറി പറഞ്ഞിട്ട് കുറെ വേറെ ഇതിലേക്ക് കയറില്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ വെച്ചാൽ ലവ് സ്റ്റോറി ഇത്രയേ ഉള്ളൂ സംഭവം. ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ അടികൾ ഉണ്ടാവും.
ആ അടിയൊക്കെ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് സോൾവ് ആവും. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ വലിയ വലിയ ലവ് സ്റ്റോറിയിലേക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പും കിട്ടിയില്ല. പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഒരാള് നിങ്ങളുടെ ലവ് മാരേജ് ആണോ ചോദിച്ചാൽ ഞാൻ ഒരു വട്ടം തിങ്ക് ചെയ്യും ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ എന്ന് എനിക്ക് തന്നെ ഡൗട്ടാണ് കേട്ടോ. എന്താ അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറെ നാള് പ്രണയിച്ച് നടക്കേ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. വെറും 1 മാസത്തിന്റെ ഉള്ളിൽ തന്നെ കണ്ണുകാണല്, പിറ്റത്തെ മാസം എൻഗേജ്മെന്റ് അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങിയിട്ടുള്ളത്. അതിന് മുന്നേ നമുക്ക് രണ്ടുപേരെയും പറ്റി അങ്ങോട്ട് പരസ്പരം ഒന്നും അധികം ഒന്നും അറിയില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുറച്ചും കൂടി ക്ലോസ് ആയത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇത്രല്ലേ ഉള്ളൂ, വലിച്ചു നീട്ടണില്ല ഗൈസ്. അപ്പൊ ഇത്രയും ചെറിയൊരു മീറ്റിംഗ് അപ്പൊ നമ്മുടെ സ്റ്റോറി എന്ന് പറയാ ഇത്രയേ ഉള്ളൂ കേട്ടോ, ചെറിയ സ്റ്റോറിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെന്താ സപ്പോർട്ട് ചെയ്യണം നമ്മളതിനെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ പറ, ബൈ പറ, ബൈ പറ.